കുറച്ച് ദിവസങ്ങളായി വീഡിയോസിൽ കാണുന്ന ഒരു ഐറ്റമാണിത്. കൂടാതെ തന്നെ ഇതിന് വേണ്ടിയിട്ടൊരു കടയും, ആ കടയിൽ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കും. എന്നാൽ പിന്നെ ഇത് എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് തയ്യാറാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ വെച്ച് ചൂടാക്കുക. ഇതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്യ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് ഒരു സ്പൂൺ ഒഴിച്ച് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് അവലിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ളത് ചെറുപഴമാണ്. അപ്പോൾ അതൊരു 5 ചെറുപഴം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. മിക്സിയിലൊന്നും അടിച്ചെടുക്കരുത്. ഒരു സ്പൂൺ കൊണ്ടോ ഫോർക്ക് കൊണ്ടോ എന്തെങ്കിലും കൊണ്ട് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക. അപ്പോൾ മിക്സിയിലൊക്കെ അടിച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഒട്ടും തരിയില്ലാതെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് മധുരത്തിന് ആവശ്യമായിട്ട് ശർക്കരയും പഞ്ചസാരയും നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയുടെ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതൊരു 2 സ്പൂൺ വരെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നാരങ്ങാ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ കൂടിയിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് തേങ്ങാപ്പാലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ 2ാം പാൽ 1ാം പാൽ അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഫസ്റ്റ് നല്ല തിക്കായിട്ടുള്ള പാൽ തന്നെ എടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ അതിൽ പശുവും പാലും തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്ത് ചേർക്കുന്നതും ഉണ്ട്, അല്ലാതെ തേങ്ങാപ്പാൽ മാത്രം ചേർക്കുന്നതും ഉണ്ട്. അപ്പോൾ തേങ്ങാപ്പാലാണ് എടുക്കുന്നതെങ്കിൽ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ ഫസ്റ്റ് തന്നെ എടുക്കാൻ നോക്കുക. അപ്പോൾ കുറേശ്ശെയായിട്ട് ഒഴിച്ച് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്. ഈ ഒരു തിക്കിൽ വേണം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇത് തയ്യാറാക്കി എടുക്കാൻ ഇത്രയേ ഉള്ളൂ. ഇത് കുക്കിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കഴിക്കുന്നത് എങ്ങനെയാണെന്നും കൂടെ കാണാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അവൽ കുറച്ചിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ മീതെ നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് കുറച്ചൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചോറും കറിയൊക്കെ സാധാരണ കഴിക്കത്തില്ല, അതുപോലെ ഇത് രണ്ടും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വെറൈറ്റിയാണ്, നമ്മൾ ഇതുവരെ കഴിക്കാത്ത ഒരു ടേസ്റ്റാണ് നമുക്കിതിലേക്ക് കിട്ടുന്നത്. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.